എന്തിനാ അച്ഛാ അമ്മയോട് എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? ഇത് ദേവിയല്ലേ, സാക്ഷാൽ ദേവി. എന്നാലും എന്റെ അമ്മ എന്നോട് ക്ഷമിച്ചില്ല. അമ്മ ഹോസ്പിറ്റലിൽ വന്നില്ലെന്നുള്ളൂ ജയേട്ടാ. സത്യത്തിൽ ഞങ്ങളുടെ ഒന്നുമല്ല, ആ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായത്. അമ്മയെല്ലാം ഒറ്റയ്ക്ക് നിന്ന് സഹിക്കായിരുന്നു. ഒരു തുള്ളി കണ്ണീര് വീഴ്ത്താതെ അമ്മ കരയുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അമ്മയുടെ പിണക്കവും ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട്, ജേട്ടൻ പേടിക്കണ്ട. ജയറാം, എല്ലാം മാറിയല്ലോ. ഐ യു ഫീലിംഗ് ഓക്കെ നൗ? നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ നല്ലവനാ മിസ്റ്റർ ജയറാം. നിങ്ങൾക്കൊന്നും വരില്ല. എങ്കിൽ നമുക്ക് പോവാ. ഗിരി, ബില്ല് സെറ്റിൽ ചെയ്തിട്ടില്ല. ഞാൻ പോയി ബില്ല് അടച്ചിട്ട് വരാം. ഏയ് നന്ദിനി, ഹിൽ സെക്ഷനിൽ ഞാൻ പോയി വന്നേ ഉള്ളൂ. കാർത്തിക് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് പേയ്മെന്റ് നമുക്ക് ഇങ്ങോട്ട് വരാനേ ഉള്ളൂ. അത് കാർത്തിക്കിന്റെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തോളൂ. കാർത്തിക് എന്താ വരായിരുന്നത്? ACPക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പോ തിരികെ വീട്ടിലേക്ക് വന്നു കാണും. എഴുന്നേൽക്ക് ചേരാം. എന്റെ കാറുണ്ട്, നമുക്കതിൽ പോവാ. പതുക്കെ. ഇട്ടോളൂ. അച്ഛനെന്താ പുറത്തേക്ക് നോക്കി നിൽക്കുന്നേ? ജയരാമനെ ഇപ്പൊ കൊണ്ടുവരും. ഞാൻ അവനെ കാത്തു നിൽക്കുക. എന്തായാലും ജയേട്ടനൊന്നും പറ്റിയില്ലല്ലോ. എന്റെ ദൈവമേ, നന്ദി. ആ സന്തോഷത്തോടൊപ്പം എനിക്കിപ്പോ മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. അതെന്താ അച്ഛാ? അച്ഛന്റെ മോളങ്ങ് ആകെ മാറി, ഫുൾ പോസിറ്റീവാ. എനിക്ക് നിന്നെ ഇങ്ങനെ കാണാനാ ഇഷ്ടം. കൂടപ്പിറപ്പുകൾ തമ്മിൽ പിണങ്ങരുത് മോളെ. മക്കൾ തമ്മിൽ പിണങ്ങുന്നത് കണ്ടാൽ മാതാപിതാക്കൾക്കല്ലേ ചങ്കിടിപ്പ്. അച്ഛാ, എല്ലാം മാറിയല്ലേ? മാറിയച്ഛ.
ജയേട്ടാ. മോളെ സാവിത്രി, നീ ഏട്ടാന്ന് വിളിച്ചപ്പോ എന്റെ മനസ്സ് സ്വസ്ഥമായി. സമാധാനം. ജയറാം ഇങ്ങനെ നിൽക്കണ്ട. റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. വാ, ഔട്ട് ഹൗസിലേക്ക് പോവാ. വേണ്ട. ഇനി ഔട്ട് ഹൗസിലൊന്നും പോണ്ട. വാ, ഇതിനകത്ത് താമസിക്കാം. നീ വാ, വാടാ. അതെ, ഒന്ന് നിന്നെ. ഞാൻ ഇപ്പൊ വരാം. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. എന്ത് പറ്റി ഇവൾക്ക്? വലിയൊരു കഷ്ടകാലം കഴിഞ്ഞു വരുന്നതാ. ഇനി ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. ഏട്ടൻ വരൂ. എന്റെ ദൈവങ്ങളെ, എന്റെ പൊന്നുമോനെ ഒരു പോറിലും ഏൽക്കാതെ തിരിച്ചു തന്നതിന് നന്ദി. ഇതാ വല്യമ്മ ചായ. നീ എന്നെ ചിലപ്പോ അങ്കിളെന്ന് വിളിക്കും, ചിലപ്പോ വല്യമ്മാവാന്ന് വിളിക്കും. എന്താടാ ഈ രണ്ടു തരം വിളി? അത് വല്യമ്മാവൻ ഞങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോ അങ്കിൾ അങ്കിളെന്ന് വിളിച്ച് ശീലിച്ചു. ഇനിയിപ്പോ എന്തായാലും ഈ വല്യമ്മാവെന്നുള്ള വിളി ഞാൻ മാറ്റില്ല. അതിനെന്താ കാരണം? ഈ മുതലിന്റെ ഫാദർ അല്ലേ, അപ്പോ എന്റെ അമ്മായിയച്ഛനല്ലേ. ഓ അങ്ങനെ. അമ്മായിയപ്പൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ മരുമോൻ എന്താ കാണാൻ വരാതിരുന്നത്? അതല്ലേ പറഞ്ഞു വരുന്നത്. എങ്ങനെ വരാനൊക്കും? ഞാനൊരു ഭർത്താവായി പോയില്ലേ. ഭാര്യ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അടുക്കളപ്പണി, വാഷിങ്, അടിച്ചു തൂപ്പ്, അയണിങ് തുടങ്ങി എല്ലാ പണികളും ഭാര്യ എന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ.
ദേ ഇതുകൊണ്ടൊരു പൂശലുണ്ടല്ലോ. ഒരു ACP നടക്കുന്നു. ഭാര്യയെ എല്ലാത്തിനും സഹായിക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഒരു പെൺകോന്തനാവരുത്. ആ തൽക്കാലം ഇവരോടൊക്കെ ഒന്ന് ഒട്ടി നിൽക്കാം. അല്ലെങ്കിൽ ജയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതിൽ എനിക്കും പങ്കുണ്ടെന്ന് വരും. അതെ, കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരേ മനസ്സായിരിക്കണം. നല്ല ചട്ടിയും കലവും പോലെ. അല്ലേ അമ്മേ? അല്ലേ അച്ഛാ? എന്റെ മോള് സാവിത്രി തന്നെയാണോ ഈ നിൽക്കുന്നത്? അതെ, ഞാനും അന്തം വിട്ട് നിൽക്കുകയാ. ചെകുത്താന് പെട്ടെന്ന് ദൈവമാകാൻ പറ്റുമോ? പിശാശ് മാലാകയാവോ? അച്ഛാ, ഒരു തെറ്റ് ഏത് പോലീസുകാരനും പറ്റും. ചില കാര്യങ്ങളില് ഞാൻ ഇടറി നടക്കുകയായിരുന്നു, അത് സത്യം. പക്ഷേ ഏട്ടനൊരു ആപത്ത് വന്നപ്പോ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതോടെ ഞാൻ ആകെ അങ്ങ് മാറിപ്പോയി. ഒരുതരം മാനസാന്തരം. ഏതായാലും സാവിത്രിയുടെ ആ മനസ്സ് മാറിയല്ലോ. ആ അതിന് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നാലും എനിക്കതങ്ങ് തീർത്തും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം അമ്മേ. വിശ്വസിക്കണം മുത്തശ്ശി. ആ, മറ്റൊരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്. ഈ അതിര് വേർതിരിച്ചിരിക്കുന്ന കയറില്ലേ, അത് എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റണമെന്ന് എന്റെ അമ്മ പറഞ്ഞിരിക്കുക. ആ അമ്മേ, നേരാണോ അത്? അന്ന് തലയ്ക്കകത്ത് പിശാച് കയറിയപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. എല്ലാവരും അതങ്ങ് മറന്നേക്ക്. നമുക്കേ ആ കയറഴിച്ച് മാറ്റണം. ഏട്ടാ, അതെ, എന്റെ ഏട്ടനോട് ഞാൻ വളരെ മോശമായിട്ട് പെരുമാറി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്താ മോളെ ഇത്? നീ എന്നോട് ക്ഷമ പറയൂ. നീ എന്റെ കൊച്ചു പെങ്ങളല്ലേടി. ദൈവമേ, നിനക്ക് നന്ദി. ഈ വീട്ടിൽ നിന്നും മാഞ്ഞുപോയ മഹാലക്ഷ്മി തിരിച്ചു വന്നിരിക്കുന്നു. പൂജാമുറിയിലെ കെടാവിളക്ക് ഇനി കെടാതെ നോക്കണം. മോനെ കാർത്തി, ആ, എന്താ മുത്തശ്ശി? എന്റെ മോൻ ജയരാമനെ ഉപദ്രവിച്ചവരാരായാലും അവരെ വെറുതെ വിടരുത്. മോൻ അവരെ പിടികൂടണം. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവരെ കിട്ടുന്നത് വരെ എനിക്ക് ഉറക്കമില്ല. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുക. അവരെ ഞങ്ങൾ പിടികൂടിയിരിക്കും. ഇവൻ കുളിക്കാണല്ലോ. എന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ആരാണാവോ ഇങ്ങനെ മരിച്ചു കിടന്ന് വിളിക്കുന്നത്? ഇത് കൃഷ്ണമൂർത്തിയാണല്ലോ. എടുപ്പിക്കാം. നിനക്കെന്താടാ വൈശാഖി ഫോൺ എടുക്കാൻ ഇത്ര താമസം? ഞാൻ എത്ര നേരമായി കിടന്ന് വിളിക്കുന്നു. എന്താടാ, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എന്തിനാ നീ ഇങ്ങനെ ഒളിച്ചോടുന്നത്? ഇന്നലെ തമ്മി കാണാന്ന് പറഞ്ഞിട്ട്
നീ എന്താ വരാതിരുന്നത്? നീ ആരാടി? എന്നോട് നീ ആരാടി എന്ന് ചോദിക്കാൻ നീ ആരാടി? ഞാൻ കൃഷ്ണയാടി. ഞാൻ വൈശാഖിന്റെ ഭാര്യയാടി, മൈഥിലി. മൈഥിലിയോ? ഹലോ ഹലോ ഹലോ. ശ്ശേ. ഇവൻ ലോകത്തരികിടെയാണല്ലോ. കൃഷ്ണമൂർത്തി, കൃഷ്ണ. നിനക്കൊരു കോള് വന്നിരുന്നു. ഓ, ഞാൻ തിരികെ വിളിച്ചോളാം. ഒത്തിരി പ്രാവശ്യം വിളിച്ചപ്പോ ഞാനങ്ങ് അറ്റൻഡ് ചെയ്തു. ഒരു കൃഷ്ണമൂർത്തി സർ. അല്ല, ഏത് കൃഷ്ണമൂർത്തി? ഓ, ആ ഇൻകം ടാക്സിലെ കൃഷ്ണമൂർത്തി ആയിരിക്കും. മൊബൈലില് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പേര് കൃഷ്ണമൂർത്തി എന്നാ, പക്ഷെ വിളിച്ചതോ കൃഷ്ണയാ. കൃഷ്ണയോ? ഏത് കൃഷ്ണ? ഓ, അയാളുടെ ഭാര്യയായിരിക്കും. അതൊരു കടും വെട്ട. അവര് കടും വെട്ടാണെങ്കിലേ നീ കൊടും വെട്ട. ആ വിളിച്ചത് നിന്റെ ഏതോ ലോക്കൽ കാമുകിയും. മര്യാദയോട് പറയരുത്. കൃഷ്ണകുമാർ കൃഷ്ണ, സുനിൽ കുമാർ സുനിത, ശ്യാം കുമാർ ശ്യാമ, ഗോപാലകൃഷ്ണൻ ഗോപിക, ദേവസ്യ ദേവി. നീ എന്നെ ചതിക്കുമായിരുന്നല്ലടാ. നീ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാ. അത് പല അനോണിമസ് കോൾ പോലെ ആയിരിക്കും. നിന്റെ കൃഷ്ണയെ ഞാനിപ്പൊ വിളിച്ചു തരാം. ഓ, ഞാൻ നിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയപ്പോ കൃഷ്ണ മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്തു. ആരെങ്കിലും എന്നെ പെടുത്താനായിട്ട് തമാശ കാണിച്ചായിരിക്കും. പിന്നെ തമാശ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നീ എന്റെ ഫോൺ എടുക്കരുത്. അത് ശരി. നീ കാണിക്കുന്ന എല്ലാ ഇമ്മോറൽ ആക്ടിവിറ്റീസിനും ഞാൻ കൂട്ടു നിൽക്കണം അല്ലടാ. വന്ന് വന്ന് നിനക്കിപ്പോ എന്നോട് സംശയവും തോന്നി തുടങ്ങിയിരിക്കുന്നു അല്ലേ? ഇതിന്റെ സംശയം മാത്രമാണോ? ആണോന്ന്? മടിയൻ, സ്വാർത്ഥൻ, മദ്യപാനി, ഇപ്പൊ പെണ്ണുപിടിയനും. മീനാക്ഷിയോ? അല്ല, കമലാക്ഷി. ഇതെന്താ പതിവില്ലാത്തൊരു ദേഷ്യം? ദേഷ്യം ഒരു ഫീലിംഗ് ആണ്. ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ളതാ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഞാനിപ്പോ ACPയുടെ അടിമയൊന്നും അല്ലല്ലോ.
അല്ല. വേലക്കാരി? അല്ല. ആ പ്രൊബേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ താങ്കളുടെ ആരാ? സ്നേഹനിധിയായ ഭാര്യ. സ്നേഹം ഒരു നിധി പോലെ തരണോ വേണ്ടേന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഭർത്താവിന് ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടണ്ടേ? ഭർത്താവിന് ഭാര്യയോട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? ഉണ്ട്. കടമകളില്ലേ? അതുമുണ്ട്. ഇത് വല്ലതും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഭാര്യയോടുള്ള എന്ത് കടമയാണ് ഞാൻ ചെയ്യാത്തത്? എന്ത് കടമയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്?